ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കലത്തിനകത്തിരുന്ന് കുഞ്ഞുങ്ങൾ ചാകുന്നതിനുള്ള കാരണങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ ബേഡ്സിനെ രക്ഷിക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാത്തിരുന്ന് ലവ് ബേഡ്സിന് കൂട്ടിൽ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ ആ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരില്ല, കലത്തിനകത്തിരുന്ന് തന്നെ മരണപ്പെടും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ലവ് ബേഡ്സ് മുട്ടയിടുന്നത് ഓരോ ദിവസത്തെ ഇടവിട്ടാണ്. അതായത് ഇന്നൊരു മുട്ട ഇട്ട് കഴിഞ്ഞപ്പം അടുത്തൊരു ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത മുട്ട ഇടുന്നത്. അല്ലാതെ അടുപ്പിച്ച് മുട്ട ഇട്ട് ഒറ്റയടിക്ക് അടയിരിക്കുകയല്ല. അപ്പോൾ ഓരോ ദിവസം ഇടുന്നത് കൊണ്ട് ഇത് അടയിരിക്കുന്ന സമയത്ത് മുട്ടകൾ വിരിയുന്നതും അതുപോലെ ആയിരിക്കും. ആദ്യം ഇട്ട മുട്ട ആദ്യം വിരിയും, രണ്ടാമത് ഇട്ട മുട്ട അത് കഴിഞ്ഞായിരിക്കും വിരിയുന്നത്. അപ്പോൾ അങ്ങനെ വിരിയുന്നത് കൊണ്ട് ഒരു 5 മുട്ടയൊക്കെ ഇടുവാണെങ്കിൽ ആദ്യം ഇട്ട മുട്ട വിരിഞ്ഞ് കുഞ്ഞായി കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും മറ്റേ മുട്ട വിരിഞ്ഞ് ഏറ്റവും അവസാനം ഇട്ട മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബേഡ് വളർന്നു വരുമ്പോൾ ആദ്യം ഉണ്ടായ ബേഡ് പെട്ടെന്ന് ഫുഡ് മേടിക്കും. അതായത് അമ്മക്കിളിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇത് ഫുഡ് മേടിച്ച് ആദ്യത്തെ കിളി പെട്ടെന്ന് വലുതാകുകയും ഈ അഞ്ചാമത് വിരിഞ്ഞ കുഞ്ഞാണെങ്കിൽ തീരെ കുഞ്ഞായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് വെച്ചുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, അതിനിടയ്ക്കുള്ള കുഞ്ഞുങ്ങളെല്ലാം വലുതായിട്ട് വരുമ്പോൾ ഈ തീരെ പൊടിക്കുഞ്ഞിനെ മറ്റേതുങ്ങൾ ചവിട്ടിക്കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 5 മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ 5ഉം വിരിയുവാണെങ്കിൽ അഞ്ചാമത്തെ കുഞ്ഞ് തീരെ ചെറുതായിരിക്കും ആദ്യത്തെ കുഞ്ഞിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഫുഡ് കിട്ടുമ്പോൾ ഫുഡ് മേടിച്ച് കഴിക്കാനാണെങ്കിലും കൂട്ടിൽ കിടന്ന് ചിറകിട്ടടിച്ച് പറക്കാനൊക്കെ ആദ്യത്തെ കുഞ്ഞ് ശ്രമിക്കുമ്പോൾ അഞ്ചാമത്തെ കുഞ്ഞ് തീരെ ചെറുതായതുകൊണ്ട് അതങ്ങനെ കുഞ്ഞുങ്ങൾ മരണപ്പെടാനൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ നല്ല ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഞ്ഞുങ്ങൾ മരണപ്പെടും. അതായത് ഈ തെനയെന്ന് പറയുമ്പോഴല്ലേ വളരെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഫുഡ് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ഫുഡ് കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കിനും എല്ലാ ബേഡ്സും എല്ലാ കുഞ്ഞുങ്ങളും ഇത് മേടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞിന് കിട്ടത്തില്ല, അല്ലെങ്കിൽ ചിലപ്പം ചില ബേഡ്സിന് കിട്ടാതെ വരും. അപ്പം എപ്പോഴും ആകുമ്പോൾ ഈ അമ്മക്കിളി അങ്ങനെ കൂട്ടിൽ നിന്ന് പുറത്ത് പോകത്തുമില്ല. കാരണം വേറെ ബേഡ്സ് അതിനെ അറ്റാക്ക് ചെയ്യും, അതിൻ്റെ കലത്തിലെ കുഞ്ഞുങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അങ്ങനെ പോകത്തില്ല. അപ്പം എത്രയും പെട്ടെന്ന്, അതായത് ഈ അമ്മക്കിളിക്ക് എത്രയും പെട്ടെന്ന് വയറ് നിറച്ച് ഫുഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നു. റസ്ക്കൊക്കെ കുതിർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അത് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് കൂട്ടിച്ചെല്ലാനും പറ്റും. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞുള്ള സമയങ്ങളിൽ തന്നെ മാത്രം ഫുഡ് വെച്ച് കൊടുക്കൽ, അതിൻ്റെ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് വയറ് നിറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് വെച്ച് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ റസ്കോ ബ്രെഡോ അതൊക്കെ കുതിർത്തിട്ട് പിഴിഞ്ഞ് വെക്കണം. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ കൂടിനകത്ത് ഈ നിങ്ങൾക്ക് ലൂസ് മോഷൻ പോലെ, അതായത് വേസ്റ്റ് പോകുമ്പോൾ അത് ഉറയ്ക്കാതെ ലൂസായിട്ട് പോകും. അതുകൊണ്ട് ഇതിച്ചിട്ട് പിഴിഞ്ഞ് വെച്ച് കൊടുക്കണം. പിഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു തിക്നെസ്, ഒരു ടൈറ്റ് വരും. ആ ഒരു രീതിയിൽ വേണം ഫുഡ് വെച്ച് കൊടുക്കാൻ. അല്ലാതെ ഒരുപാട് ലൂസാക്കി വെള്ളത്തോടെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ ഈ പോട്ടിനകത്തൊക്കെ വേസ്റ്റിൻ്റെ വെള്ളം, അതായത് വേസ്റ്റ് ചെല്ലുന്നത് വെള്ളമായിട്ട് പോയി പോട്ടിനകമൊക്കെ വൃത്തികേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊന്ന് ഡ്രൈ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വയറും നിറയും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഫുഡ് കൊണ്ടെത്തിച്ച് കൊടുക്കാനും പറ്റും. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വെക്കുന്ന കലം എപ്പോഴും മാക്സിമം വലിയ കലം വെക്കാൻ നോക്കുക. ഈ ചെറിയ കലം വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, എഗ്ഗ് വിരിഞ്ഞ് കഴിയുമ്പോൾ ബേഡ്സിന് എപ്പോഴും ഫുഡ് വേണ്ടി വരും. അപ്പോൾ ഈ അമ്മക്കളെ എപ്പോഴും കൂട്ടിൽ നിന്ന് പുറത്ത് പോയി ഫുഡ് എടുത്തുകൊണ്ട് തിരിച്ച് കൂട്ടി വരും. അപ്പോൾ ചെറിയ കലമാണെങ്കിൽ ഈ ബേഡ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ, അതായത് കിളിക്കുഞ്ഞുങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടാനും ഈ മെയിലും ഫീമെയിലും കലത്തിനകത്ത് കയറുമ്പം അതുങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ചവിട്ടാനും സാധ്യതയുണ്ട്. അത് കാരണം കലം എപ്പോഴും മാക്സിമം വലിയ കലം എടുക്കാൻ നോക്കുക. വലിയ കലം വെക്കുവാണെങ്കിൽ കിളിക്ക് അതിനകത്തൊരു സ്പേസ് കിട്ടും. ചെറിയ കലമൊക്കെ ആണെങ്കിൽ കിളിക്ക് കയറി കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് ഭയങ്കര ഒരു കൺജക്ഷൻ ഫീൽ ചെയ്യുകയും അതുപോലെ അവർക്ക് ചിലപ്പോൾ അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചവിട്ടാനും ആ ചവിട്ട് മൂലം കുഞ്ഞുങ്ങളൊക്കെ മരിക്കാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. അത് കാരണം എപ്പോഴും കലം വെക്കുമ്പോൾ അത്യാവശ്യം വലിയ കലങ്ങൾ വെക്കുക. നമ്മൾ അടുക്കളയിൽ കഞ്ഞിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ വലിയ കലങ്ങൾ വെക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ കലമൊക്കെ കാണുമ്പോൾ അറിയാം, ഇതെല്ലാം അടുപ്പത്ത് കഞ്ഞി വെക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കലമാണല്ലോ. അതായത് ഞാൻ ഒരു കലം പോലും കടയിൽ നിന്ന് കാശ് കൊടുത്തില്ലെങ്കിൽ ലവ് ബേഡിൻ്റെ പോട്ട് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. എൻ്റെ കൂട്ടിലിരിക്കുന്ന കലങ്ങളെല്ലാം വീട്ടിൽ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് മേടിച്ചിട്ടുള്ള കലങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലത്തെ വലിയ കലങ്ങൾ മാക്സിമം കൂട്ടിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് തടയാൻ പറ്റും. അതുപോലെ കുഞ്ഞുങ്ങൾ മരിക്കാൻ വേറൊരു പോസിബിലിറ്റിയാണ് വേറെ ബേഡ്സ് കയറി പോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അത് കോളനിയായിട്ട് വളർത്തുന്നവർക്ക് വലിയൊരു തലവേദന തന്നെയാണ് ആ ഒരു പ്രശ്നം. കാരണം കലങ്ങൾ വെച്ച് കൊടുക്കും. കിളി ഒരു പക്ഷേ മുട്ടയിട്ട് അടയിരിക്കുന്ന കലത്തിനകത്ത് തന്നെ വേറെ കിളികൾക്ക് മുട്ടയിടാൻ തോന്നുകയും ആ പെൺകിളി ഇതിനു വേണ്ടി ഫൈറ്റ് നടത്തുകയും ചിലപ്പം അങ്ങനത്തെ ഫൈറ്റ് മൂലം
നിലവിൽ മുട്ടയിട്ട് അടയിരിക്കുന്ന പെൺകിളി മരണപ്പെടാനും ഒക്കെ പോസിബിലിറ്റി ഉണ്ട്. അത് കാരണം ബേഡ്സിൻ്റെ അറ്റാക്ക് നടത്തുന്നുണ്ടെന്നുള്ളത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എൻ്റെ ഒരു കയ്യിൽ ഇതുപോലെ തന്നെ ഒരു പെയറുണ്ടായിരുന്നു. ആ ഒരു പെൺകിളി എത്ര കാലം ഫ്രീ ആയിട്ട് കിടന്നെന്ന് പറഞ്ഞാലും ഏതെങ്കിലും കിളി മുട്ടയിട്ടിട്ടുള്ള കളത്തിൽ കയറി ആ പെൺകിളിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിൻ്റെ മുട്ടയെല്ലാം നശിപ്പിക്കുകയും ആ പെൺകിളിയെ കൊത്തി മുറിവേൽപ്പിച്ച് ചോരയൊക്കെ ഒലിപ്പിച്ച് ഞാനെടുത്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില വഴക്കുണ്ടാക്കുന്ന കിളികളുണ്ട്, പെശക കിളികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കിളികളെ നമ്മൾ ശ്രദ്ധിക്കണം. ശല്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു മാറ്റി ഒന്നെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ മാറ്റി വേറൊരു കൂട്ടിലിടുക. എൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്ന കിളി ഞാൻ അങ്ങനെ മാറ്റി വേറൊരു കൂട്ടിലിട്ടിരിക്കുമായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടംപോലെ കലങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു കിളി മുട്ടയിട്ടിരിക്കുന്ന കലത്തിനകത്ത് ഈ പെൺകിളി ചെന്ന് കയറുകയും ആ പെൺകിളി രണ്ട് പെൺകിളികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയും ഈ മുട്ടയിട്ട കിളി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചില കിളികളുണ്ട്. ചില കിളികൾക്ക് അങ്ങനത്തെ ടെൻഡൻസി ഉള്ള കിളികൾ കാണും. അങ്ങനെയുള്ള കിളികൾ പ്രത്യേകം കൂട്ടിലുണ്ടെങ്കിൽ അതുങ്ങളെ തിരഞ്ഞു പിടിച്ച് കൂട്ടിൽ നിന്ന് മാറ്റിയിടാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ അമ്മക്കിളി ഫുഡ് എടുക്കാൻ പോവുകയും അതുപോലെ സ്വാഭാവികമായിട്ടും അമ്മക്കിളിക്ക് കുറേ ക്ഷീണമൊക്കെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ക്ഷീണത്തിനിടയ്ക്ക് ഈ കിളിക്ക് ചിലപ്പോൾ അത്രയ്ക്ക് ആരോഗ്യക്കുറവായിരിക്കും. അപ്പോൾ മറ്റേ കിളി വന്ന് ഈ കുഞ്ഞുങ്ങളെ കൊത്തിക്കൊല്ലാനും ആ കൂട് അറ്റാക്ക് ചെയ്ത് സ്വന്തമാക്കാനും ഒക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ വേറെ കിളികൾ കൂട്ടിൽ കയറുന്നുണ്ടോ, ആ അമ്മക്കിളിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബ് ആകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ തീരെ പൊടിക്കുഞ്ഞുങ്ങളെയും കൊല്ലും, ആ ഒരു കൂട്ടിൽ കയറുന്ന അമ്മക്കിളിയെയും മറ്റേ ബേഡ് വന്ന് അറ്റാക്ക് ചെയ്യും. കാരണം അതിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, പക്ഷേ അങ്ങനത്തെ സ്വഭാവമുള്ള ചില കിളികളുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ബേഡ്സ് വന്ന് കൂട്ടിൽ കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എപ്പോഴും. പിന്നെ ഈ മുട്ടയിട്ടിട്ട് അടയിരിക്കുന്ന ബേഡ്സിനും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ കാൽസ്യങ്ങളും വിറ്റാമിനും ഒക്കെ ഇതിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ കാൽസ്യത്തിനായിട്ട് കണനാക്കും. പിന്നെ വിറ്റാമിൻസിനൊക്കെ നമ്മൾ ഈ വെജിറ്റബിളിലൊക്കെ അരിഞ്ഞു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കടയിൽ നിന്ന് അങ്ങനെ പ്രോട്ടീൻസോ അല്ലെങ്കിൽ മിനറൽസോ ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല. എൻ്റെ കൂട്ടിൽ കിടക്കുന്ന ബേഡ്സിനൊക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് കെയർ ചെയ്ത് നമ്മൾ ഡെയിലി നിങ്ങളുടെ കൂട്ടിൽ പോയിട്ട് അരമണിക്കൂർ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും കൂടിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ എന്തുവാ, വേറെ ഏതെങ്കിലും കിളികൾ ശല്യം ചെയ്യുന്നുണ്ടോ. നമ്മൾ ഇവരൊന്ന് സ്നേഹത്തോടെ നോക്കി പരിചരിക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ബേഡ്സിനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഡെയിലി അതിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. ഈ പറഞ്ഞ പോലെ തിരക്ക് പിടിച്ചൊരു ബിസി ലൈഫ് ഉള്ളവർക്ക് ഇത്രയൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അല്ലാതെ നോർമലായിട്ട് വീട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റും ബേഡ്സിനെ. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേറെ ബേഡ്സ് കളത്തിൽ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇവരൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ രാവിലെ അങ്ങ് ജോലിക്ക് പോകും, വൈകിട്ട് വരുമ്പോഴത്തേക്കിനും അമ്മക്കിളിയൊക്കെ മരിച്ച് കിടക്കുന്നതായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുന്നത് വേറെ ബേഡ്സ് കയറി കൂട്ടിൽ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമുക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് നമുക്ക് നോക്കാൻ പറ്റത്തില്ല എന്തോ നടക്കുന്നതെന്ന് പോലും. അപ്പോൾ കുറച്ച് സമയം ഇവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് ഈ കിളികൾ ഇങ്ങനെ മരണപ്പെടുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ വളർത്തിയുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ക്ലൈമറ്റും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ മഴയും തണുപ്പും ഒക്കെ ആണെങ്കിലുമൊക്കെ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകും. ഈ എർച്ചിലൊക്കെ അടിച്ച് കലത്തിനകത്ത് വെള്ളം വീഴുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടെ എപ്പോഴും ഒന്ന് കവർ ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. കാരണം മഴക്കാലമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കണ്ടിന്യൂസ് കാറ്റ് വീശി മഴയടിക്കുമ്പോൾ കൂടിനകത്തും വെള്ളം വീഴും. അതുപോലെ കലത്തിനകത്തൊക്കെ വെള്ളം വീണ് ചിലപ്പോൾ നിങ്ങൾക്ക് തണുപ്പൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെറിയ ബൾബൊക്കെ ഇട്ട് കൊടുക്കുക. ഈ പഴത്തെ ഇൻഡക്ഷൻ ലാമ്പില്ലേ, നമ്മുടെ CFL അല്ലാത്ത മറ്റേ ലാമ്പ്, ആ ലാമ്പൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചെറിയ ചൂടൊക്കെ കിട്ടും. അപ്പം അങ്ങനെയും ബേഡ്സിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഞാനീ പറയുന്നതൊക്കെ ഓരോ പോസിബിലിറ്റി എനിക്ക് വളർത്തിയ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. ഇതിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് കാണും. അങ്ങനെയുള്ളവരൊക്കെ വേറെ പോയിൻറ്റുകൾ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെയിനായിട്ടും കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത്. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഇൻബ്രീഡിംഗ് ആണ്. ഇൻബ്രീഡിംഗ് എന്ന് വെച്ചാൽ സെയിം പാരൻറ്റിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ റിപ്പീറ്റായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അതുങ്ങൾക്ക് തൂവലൊന്നും വരത്തില്ല. ജസ്റ്റ് ഇങ്ങനെ മാംസകഷ്ണം പോലെ കടന്ന് ശകലം അവിടെ എവിടെയൊക്കെ തൂവൽ വരും. കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. കുറച്ചാൾ കഴിഞ്ഞ് അതുങ്ങൾ നോർമലി ഡെഡായിപ്പോവും. അപ്പോൾ ഇൻബ്രീഡിംഗ് ഒക്കെ മെയിൻലി എപ്പോഴും കോളനിയായിട്ട് വളർത്തുന്നവർക്കൊക്കെ ആയിരിക്കും മെയിനായിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ അതുമൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എത്രത്തോളം കെയർ കൊടുത്ത് ഓരോ കിളികളെ ശ്രദ്ധിക്കുന്നോ അതുപോലെ നമുക്ക് തിരിച്ച് റിസൾട്ട് ഔട്ട്പുട്ട് വരും. നമ്മൾ കുറേ എണ്ണത്തിനെ മേടിച്ചിട്ടിട്ട് നമ്മൾ നമ്മുടെ വഴിക്കും അല്ലെങ്കിൽ അതുങ്ങളുടെ വഴിക്കും പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്തെല്ലാം ഡെഡായി പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടിട്ട് നമ്മൾ ഇതുങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇപ്പോൾ എൻ്റെ കൂട്ടിൽ കിടക്കുന്ന ഓരോ കിളികളുടെയും ക്യാരക്ടർ എനിക്കറിയാമായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ഇന്ന കിളി ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ഫൈറ്റ് ചെയ്യും. നമ്മൾ നോക്കി വെക്കും. നോക്കി വെച്ചിട്ട് പിന്നെയും റിപ്പീറ്റായിട്ട് ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ വേറൊരു സെക്ഷൻ പോലെ കൂട് പാർട്ടീഷൻ ചെയ്ത് അതിലോട്ട് മാറ്റുകയും ഒരുപാട് ശല്യം തോന്നിക്കഴിഞ്ഞാൽ എടുത്ത് വേറെ കൂട്ടിലിടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ നമ്മുടെ ഒരു കെയർ നല്ല രീതിയിലുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൈവസി, ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയുന്നതാണ്, പ്രൈവസിയാണ് ഇതിനകത്ത് ഏറ്റവും ഒരു ബിഗ് ഫാക്ടർ. നമ്മൾ പ്രൈവസി കൊടുക്കാതെ ഇതുങ്ങളെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. അതുപോലെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ച് നോക്കുക, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ എടുത്തെത്തിപ്പിടിക്കുക, കലം അഴിച്ചുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യല്. അതുപോലെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടിനിട്ട് തട്ടുകയോ മുട്ടുകയോ കൂടിന് ഷെയ്ക്കൊന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്യല്. പിന്നെ മെയിൻ പറഞ്ഞില്ല, ഈ ഫ്ലാഷ് ലൈറ്റ് ഒന്നും അടിച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കിലോട്ട് പോകാതൊക്കെ ഇരിക്കുക മാക്സിമം. ഒരു ക്യൂരിയോസിറ്റി കാണും എത്ര മുട്ട വിരിഞ്ഞെന്നൊക്കെ ഉള്ളത്, ജസ്റ്റ് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് റെഗുലറായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതും ബേഡ്സിനോട് ഡിസ്റ്റർബ് ആയിരിക്കും. പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് മാക്സിമം കുഞ്ഞുങ്ങളെയൊക്കെ അകറ്റി നിർത്തുന്നതായിരിക്കും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ബേഡ്സിനും നല്ലത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ പോട്ടിലിരുന്ന് കുഞ്ഞുങ്ങൾ ചാകുന്നത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.